സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ആത്മീകമായിട്ടുണ്ടാകുന്നു. അപ്പോൾ ആ മരിച്ച മനുഷ്യൻ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് കുഴിച്ചിടുക എന്നുള്ളത് എന്താണ്? അത് വളരെ ഉത്തരവാദിത്വം നമ്മുടെ സഭയുടെ മറ്റുള്ളവരുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാകത്തില്ല. ഇത് അനുഗ്രഹമാണ്. ആത്മീയമായിട്ട് എന്താണ്? നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിടുകയാണ്. മരിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കുഴിച്ചിടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള അധികാരം നമ്മുടെ കർത്താവ് തരികയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2:12. കൊലോസ്യ ലേഖനം 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും. നോക്കുക, സ്നാനത്താൽ നമ്മൾ അവനോടുകൂടെ എന്ത് ചെയ്യുകയാണ്? കുഴിച്ചിടപ്പെടുകയാണ്, അടക്കപ്പെടുകയാണ്. ഒരു വലിയ മർമ്മമാണ് സ്നാനം എന്ന് പറഞ്ഞാൽ. നിസാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, ഇല്ലയോ? കർത്താവായ യേശുക്രിസ്തു താണഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ്. നമ്മെ വിടുവിച്ച് നമ്മെ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ അംഗങ്ങളാക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പഴയ മനുഷ്യനെയും കൊണ്ട്, പാപസംബന്ധമായി ജീവിക്കുന്ന മനുഷ്യനെയും കൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ സ്നാനത്താൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ആ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെല്ലാം കഴിക്കുന്ന ബൈബിളിൽ നിന്നല്ലേ വായിക്കുന്നത്, ഇല്ലേ? സ്നാനത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ശേഷം മറ്റു പല കാര്യങ്ങൾ പറയാം. വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ ഒരു വലിയ അർത്ഥമുള്ള വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 3:15. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് ഇത് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുകയാണ്? സ്നാനമേൽക്കേണ്ടതിന് വേണ്ടി യോർദാൻ വരെ നടന്നു വന്നു. യോഹന്നാൻ സ്നാപകന്റെ കയ്യാൽ സ്നാനമേൽക്കേണ്ടതിന് വേണ്ടി യേശു എന്ത് ചെയ്യുകയാണ്? നടന്നു വന്ന് അവൻ എന്ത് ചെയ്യുകയാണ്? യേശു ആ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് കയറുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ്? ഇവൻ എന്റെ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവൻ എന്ത് ചെയ്യുകയാണ്? ഇന്ന് പ്രസാദിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്നാനമേൽക്കേണ്ടതിന് വേണ്ടി യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ യേശു കടന്നു വന്നപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അയ്യോ, നിന്നെ ഞാൻ സ്നാനം കഴിപ്പിക്കാനോ? നിന്റെ കയ്യാൽ എനിക്ക് സ്നാനമേൽക്കാൻ ആവശ്യമാണ്. അപ്പോൾ യേശു പറഞ്ഞതെന്ന് അറിയാമോ? ഇപ്പോൾ സമ്മതിക്ക യോഹന്നാനെ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ഇത് ദൈവത്തിന്റെ നീതിയാണ്. ആ ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടുന്ന ഒരു സമയമാണെന്ന് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ. സ്നാനമേറ്റ് കയറിയ ഉടനെ ദൈവം പറഞ്ഞത് എന്താണ്? ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമായ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ മക്കൾ സ്നാനമേൽക്കുന്നത്. അതുപോലെ ഒരു വലിയ രഹസ്യം കൂടെ ഇവിടെയുണ്ട്. നമ്മൾ വായിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഒരു ശബ്ദം കേൾക്കുന്നു. ശ്രദ്ധിക്കണേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം ഒരുപോലെ വെളിപ്പെട്ട് വരുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറഞ്ഞാൽ. പിതാവ് സ്വർഗത്തിൽ ആ സ്വർഗം തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു. പുത്രൻ താഴെ എന്ത് ചെയ്യുകയാണ്? സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് അവനിലേക്ക്. നോക്കുക, പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ആ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഒരുപോലെ ഇതുപോലെ വെളിപ്പെട്ട മറ്റൊരു ശുശ്രൂഷ ദൈവത്തിന്റെ വചനത്തിൽ മറ്റെങ്ങും എഴുതിയിട്ടില്ല. അതാണ് ഇതിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ. സ്വർഗം പ്രസാദിക്കുന്നത്, നമ്മെ നോക്കിക്കൊണ്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം പറയുന്നത്, ആ സ്വർഗം തുറക്കപ്പെടുന്നതുമായിട്ടുള്ള അതിമനോഹരമായ ഒരു ശുശ്രൂഷയാണ്. എന്താണ് ഇത്? കാരണം ദൈവിക നീതിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവിക നീതിയുടെ പൂർത്തീകരണമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇനി നമ്മുടെ പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 1 പത്രോസ് 3:21. 1 പത്രോസ് 3:21. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ
നമ്മയും രക്ഷിക്കുന്നു. നോക്കുക, പത്രോസ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്നാനം എന്തിനു വേണ്ടിയല്ല, നമ്മുടെ പുറമേയുള്ള അഴുക്ക് കളയാനുള്ള ഒരു മാർഗമല്ല, പിന്നെന്താണ്, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള ഒരു അപേക്ഷയാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്നാനം ഒരാൾ രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ആ ഹൃദയത്തിലുണ്ടായ വ്യതിയാനത്തിന്റെ പരസ്യമായ പ്രകടനമാണ് സ്നാനം എന്ന് പറഞ്ഞാൽ. നമ്മളല്ലേ, ഒരാൾ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് സ്നാനപ്പെടാൻ യാതൊരു മടിയും വരത്തില്ല. കാരണം എന്താണ്, കർത്താവിന്റെ ആ വചനം വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവനെ പൂർണ്ണമാവിന്റെ ഹൃദയത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഹൃദയത്തിലുണ്ടായ വ്യതിയാനത്തിന്റെയും വ്യത്യാസത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഒരു പരസ്യമായ പ്രഖ്യാപനമാണെന്ന് പരസ്യമായിട്ട് സ്നാനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആളുകളൊക്കെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ വന്ന് പറയുന്ന സ്നാനപ്പെടുന്നതാണ്, ഒരു മടി അവർക്ക് വരത്തില്ല. കാരണം എന്താണ്, അതിന് അവരുടെ പരസ്യമാണ്, ഹൃദയത്തിൽ വന്ന വ്യത്യാസത്തിന്റെ ആ ഒരു പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്നാനത്തെ പറ്റി നമ്മൾ അറിയണം. ഒന്നത് കർത്താവിന്റെ കൽപ്പനയാണ്, രണ്ടാമത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയല്ല, രക്ഷിക്കപ്പെട്ടവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ശുശ്രൂഷയാണിത്. മൂന്നാമതായിട്ട് ക്രിസ്തുവിനോടുള്ള ഏകീഭാവമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയോട് നമ്മൾ ഏകീഭവിക്കപ്പെടുകയാണ്. ഇത് ദൈവത്തിന്റെ നീതിയാണ്, നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. നമ്മള് ദൈവത്തിന്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് നിഴലുകൾ ഈ പുതിയ നിയമ സ്നാനത്തിന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ ഇത് തെളിവുകളുണ്ട്, ഇത് ആവശ്യമാണെന്നുള്ളത്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് മതി. നോക്കുക, പിതാക്കന്മാരെ നോക്കുക, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തോട്. ഈ സംഭവം നമുക്കറിയാം, ഫറവോന്റെ അധീനം നിന്ന് വിടിവിക്കപ്പെട്ട ജനം എന്ത് ചെയ്യാണ്, ചെങ്കടൽ കടക്കുന്നതിനെ ഒരു സ്നാനമായിട്ടാണ് പൗലോസ്ലീഹ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് എന്ത് ചെയ്യുകയാണ്, മോശയോട് ചേർന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ചെയ്ത ഈ സ്നാനം ആരോട് ചേരേണ്ടതിന് വേണ്ടിയാ, മോശയോട് ചേരേണ്ടതിന് വേണ്ടിയാ. നമ്മൾ മോശയോട് ചേർന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്, ഈ വിശ്വാസ സ്നാനം നമ്മൾ ഏൽക്കുമ്പോൾ നമ്മളൊരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ചേരാൻ വേണ്ടിയല്ല, പിന്നെന്താണ്, ക്രിസ്തുവിനോടുകൂടെയാണ്, ക്രിസ്തുവിനോടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ചേരുന്നത്. ഇതിന്റെ ഒന്നാമത്തെ ഹല്ലേലൂയ ആ നിഴല് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഇനി 1 പത്രോസിന്റെ ലേഖനം 3:20. 1 പത്രോസ് 3:20. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കും. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. നോക്കിക്കേ, വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഒന്നാമത്തെ പോപ്പ് പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്, ആ പെട്ടകത്തിൽ അല്പം എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കിടന്ന 8 പേര്, ആ പെട്ടകത്തിൽ അപ്പോൾ അല്പദിനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് എന്താണ്, ഒരു മുൻകുറി. പുതിയ നിയമത്തിലെ ഈ നമ്മൾ പറയുന്ന വിശ്വാസ സ്നാനത്തിന് മുൻകുറിയായിരുന്നു എന്ന് നോഹയും തന്റെ കുടുംബവും പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചു. അവരെ പെട്ടകത്തിൽ കയറി ആ ജലപ്രളയത്തിൽ അവരെ വിടുവിക്കപ്പെട്ടതുപോലെ പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യേശുവുമായിട്ടുള്ള ആ സ്നേഹത്തില്, യേശുവിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ച് നമ്മൾ ആ ബന്ധത്തിൽ കടന്നു വന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, നമുക്കും അത് രക്ഷയ്ക്ക് ആവശ്യമാണെന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? അപ്പോൾ പഴയ നിയമത്തിലും സ്നാനത്തിന് തെളിവുകളുണ്ട്, ഇല്ലേ? ഇനി നമുക്ക് 1-2 ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് നമുക്ക് സാധാരണ ഭാഷയിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ആ വിശ്വാസത്തിന്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് ഈ സ്നാനം എന്ന് പറഞ്ഞാൽ. അത് വലിയൊരു വിഷയമൊന്നുമല്ല.
മനുഷ്യൻ പേടിക്കുന്ന